ഹലോ, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ഞാൻ ട്രെയിനിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മെല്ലെ സംസാരിക്കുന്നത്. നമ്മൾ ഇന്ന് ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. ഗായ്സ്, എനിക്ക് തന്നെ അറിഞ്ഞൂടെ ഞാനിപ്പോൾ എവിടെ എത്തി. എന്താ ടാബ് ചാർജിലിട്ടതാണ്, അതോടെ കേബിൾ ഇങ്ങനെ തുണിക്കിടക്കുന്നു. നമ്മൾ 3 പേരുണ്ട്, ഞാനുണ്ട്, അമ്മയില്ല, പിന്നെ അച്ഛനുണ്ട്. ആലപ്പുഴ നമ്മൾ സ്കൂൾ പ്രോഗ്രാമായിട്ടാണ് പോകുന്നത്. ഇതിനൂടെ നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് നമ്മളിപ്പോൾ കുറച്ചും കൂടെ ദൂരം ഉണ്ട് തോന്നുന്നു ആലപ്പുഴയിലേക്ക്. ഗായ്സ്, പുറത്തത്തെ വ്യൂ കാണാം. ഒന്നും കാണുന്നില്ല. നോക്കി, വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാഴ്ചയോടൊപ്പം അഗാധമായ ചെസ് കളിയോട് കൂടി നമ്മുടെ അച്ഛൻ ഇവിടെ ഫോക്കസ്ഡ് ആണ്. ഞാനിവിടെ ഭയങ്കര ബോറടിച്ചിരിക്കുകയാണ്. ഒന്നും ചെയ്യാനില്ല പ്രേക്ഷകരെ, ഒന്നും ചെയ്യാനില്ല. എനിക്കൊന്ന് ആലപ്പുഴയിൽ എത്തിക്കിട്ടിയാൽ മതി. പിന്നെ ഫുഡിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഫുഡ് ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളവിടെ എത്തിയിട്ട് കഴിക്കുന്നതാണ്. വളരെ ശാന്തമായിരിക്കുന്നു പ്രേക്ഷകരെ. ഇതാ ഇവിടെ വിൻഡോ സീറ്റിൻ്റെ അടുത്ത് ചാർജിലും കുത്തി ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. എനിക്കൊന്നും അറിഞ്ഞൂടാ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് സ്കിപ്പ് ചെയ്യാം. എനിക്കിപ്പോൾ മനസ്സിലായി അച്ഛനും ബോറടിക്കുന്നുണ്ട്. കാരണം ഇത്ര നേരം ചെസ്സ് കളിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ ക്യാൻഡി ക്രഷിൽ ലോക്ക്ഡ് ഇൻ ആണ്. പക്ഷേ ഇതാ നോക്കി. എനിക്കൊരു പിടിയല്ല എന്താ ചെയ്യേണ്ടതെന്ന്, സത്യം പറയാലോ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു കറങ്ങി നടക്കാം. ഇതേ നോക്കിക്കേ, കറങ്ങാൻ നടക്കാൻ വിചാരിച്ചപ്പോൾ ഇതാ അഗാധമായ ക്യാൻഡി ക്രഷിൻ്റെ കളിയെ നോക്കി നിൽക്കുന്ന 2 പേർ ധൈര്യന്നു. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നോക്കിക്കേ, 2 പേരും അവിടെ. ഒരാൾ ക്യാൻഡി ക്രഷ് കളിക്കുന്നു, മറ്റാൾ ക്യാൻഡി ക്രഷ് നോക്കി നിൽക്കുന്നു. ട്യൂട്ടോറിയലൊക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ അച്ഛനമ്മയും തന്നെ. ഗായ്സ്, നമ്മളിങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ട്രെയിൻ നിർത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി എത്ര ദൂരമുണ്ട്? അമ്മ ഫേക്ക് എൻ്റെ ലേസൊക്കെ തീരാൻ വേണ്ടി കാത്തുന്നിരുന്നുണ്ട്. അപ്പോൾ എടുത്ത് നിന്ന് നോക്കിയാൽ ഫേക്ക്, ട്രൂ ഫേക്ക്. ഇവിടെ ട്രെയിൻ നിർത്താണ്. ഇത് കണ്ട മനസ്സിലായി നമ്മൾ ആലപ്പുഴേനെ പകുതി പോലെ എത്തിയില്ല. ഗൈസ്, അച്ഛൻ്റെ കളി നോക്കി പൂതി വന്നപ്പോൾ ഇതാ ഇവിടെ വേറൊരു കളി തുടങ്ങിയതാണ്. അടുത്ത് നെക്സ്റ്റ് ക്യാൻഡി ക്രഷ് ചാമ്പ്യൻ. എൻ്റെ കുടുംബത്തിലെല്ലാവരും ക്യാൻഡി ക്രഷ് കളിക്കും, ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കളിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതാ ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക. അടിപൊളി. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എറണാകുളം ജംഗ്ഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇനി കുറച്ചും കൂടെ ഉള്ളു, 1-1.5 മണിക്കൂർ കൂടെയാണ് നമ്മൾ അതോടെ ആലപ്പുഴ എത്തുന്നതായിരിക്കും. ഇപ്പോൾ സമയം 2:15 ആവുന്നുണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഇങ്ങനെ മുട്ടയൊക്കെ കഴിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നോക്കൂ ഈ വ്യക്തിയെ, വളരെ അഗാധമായ സിനിമാ ഭ്രാന്തിലാണ്. ട്രെയിനിൽ കയറിയ മുതൽ സിനിമ കാണാൻ തുടങ്ങി. ഓക്കെ, അഗാധമായ ഒരു സിനിമാ ഭ്രാന്തനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ എത്താൻ വേണ്ടി ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ 4:28 നമ്മൾ 3
37 3:37 4:28 3:37 എടുത്ത് ഞാൻ ഉദ്ദേശിച്ചെന്താ വെച്ചാൽ 4:28 ഞാൻ 4:37 നമ്മളടുത്തുനിന്ന് ഉദ്ദേശിച്ചു. ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. റെഡി അല്ലേ? മറ്റേതെല്ലാം എടുത്തു. നാളെ പ്രകൃതി രമണീയം. എത്തുന്ന സമയം കൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സോറി പറയാനുള്ളൂ. ഐ എം റിയലി സോറി അളിയ. ഐ ആം ദി സോറി അളിയ. കാരണം ഈ ചാനലിൽ എത്ര മാസമായി അറിയാം വീഡിയോ ഇട്ടിട്ട്? 6-7 മാസമായി ഞാൻ ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സോറി പറയുന്നത്. അപ്പോൾ കാരണം ഞാൻ സ്കൂൾ വർക്ക്സായിട്ട് ബിസി ആയിപ്പോയില്ലേ. എക്സാമൊക്കെ ആയിരുന്നു, പിന്നെ പരിപാടി ഇതേമാതിരി തന്നെ പരിപാടികൾ വരുന്നു. അപ്പം ഞാൻ ആകെ ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിൻ്റെ കാര്യം അങ്ങോട്ട് മറന്നത്. ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും അല്ലേ? പ്രോമിസ് പറയൂ പ്രോമിസ്. അതോടൊപ്പം എന്താ ഇതേമാതിരി ഇയാൾ ഇങ്ങനെ വീഡിയോയിലൊന്നും കിട്ടാറില്ല ഗൈസ്. സ്പീഡ് കൂടി ഗൈസ്, ട്രെയിനിൻ്റെ സ്പീഡ് കൂടി. സ്പീഡ് ഇളക്കണം. അല്ല, ഞാൻ ആലോചിക്കരുത്, ഇവിടെ കുറേ വീടുകളുണ്ട്. എന്താ വെച്ചാൽ കുറേ വീടുണ്ടാവും. അപ്പോൾ ഈ ട്രെയിന് ഈ വീടിൻ്റെ തൊട്ടാണ് കൂടിയാൽ പോകുന്നത്. ഇവർക്ക് കടന്നുറങ്ങാൻ പറ്റാറുണ്ടോ? നമ്മളങ്ങനെ പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ നീണ്ട കഷ്ടപ്പാടിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മളങ്ങനെ ഇറങ്ങുകയാണ്. എനിക്ക് ഇരുന്നിരുന്ന് കാല് എന്താ പറയുക കുഴഞ്ഞു തുടങ്ങി. നടക്കാനൊക്കെ മറന്നു. കാലിനൊക്കെ ഭയങ്കര യെസ്. ഇതല്ലേ തരിക്ക ഞങ്ങളവിടെ തരിക്കാന്നറിയാം. ചില ആൾക്കാർക്ക് ഇങ്ങനെ പറയല്ലോ, എന്താ അറിയാൻ ഒരു സാധനം പറയും, ഞാൻ മറന്നു കഴിയുമ്പോഴത്തേക്ക്. നമ്മളങ്ങനെ ഇറങ്ങാറായി. നമ്മളങ്ങനെ എത്തിയിരിക്കുന്നു മാവേലിക്കര. ഇനി നടന്ന് നമുക്ക് നമ്മളെങ്ങനെ ഹോട്ടലിൽ പോകുന്ന അറിയാം. എനിക്ക് തോന്നുന്നു നമ്മളെ കൂട്ടാൻ ആള് വരും തോന്നുന്നു. നമ്മൾ നാളെ സ്കൂളിലെ പരിപാടിയല്ലേ, അപ്പോൾ അവിടുത്തെ ആരെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ നേരെ റൂമിൽ പോകും. എനിക്ക് കിടക്കണം, സത്യം പറയാലോ ക്ഷീണിച്ചു. നമ്മുടെ ട്രെയിൻ ഇതാ പോകുന്നു. നല്ല വൃത്തിയുള്ള സ്റ്റേഷൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളാണ് ഇവിടെ. ഞങ്ങൾ ഇതിനെ കൂടെ നടന്നു വരുമ്പോൾ ഒരു ഓട്ടോമാമ ഞങ്ങളോട് ഹായ് പറഞ്ഞു. ഞങ്ങൾക്ക് ആരാന്നും കൂടെ അറിഞ്ഞത്. സുഖല്ലേ? നമ്മളെ കൂട്ടാൻ വരുന്ന ആൾ 10 മിനിറ്റ് കൊണ്ട് എത്തുന്ന പറഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കൂട്ടുള്ള ആൾക്കാർ വന്നു. ഗൈസ് നമ്മളെങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ കയറണേ. ഗൈസ് നമ്മുടെ ഹോട്ടൽ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തെന്ന് നമ്മൾ ഇവിടേക്ക് നടക്കുകയാണ്. അപ്പോൾ അവർ കാണിച്ചു തരുന്നുണ്ട് എവിടെയാണ് നമ്മുടെ ഹോട്ടലുള്ളത്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളങ്ങനെ രാവിലെ ബാക്കത്തെ കടയിൽ നിന്ന് ചായ കുടിച്ചു. അവിടെ തന്നെയാണ് ഇന്നത്തെ രാത്രിയത്തെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചപ്പോൾ. ഇനി നമുക്ക് സ്കൂളിലേക്ക് പോകണം. നമ്മൾ സ്കൂൾ പരിപാടിയല്ലേ, സ്കൂളിലേക്ക് പോകണം. അതിൻ്റെ വണ്ടിക്കാർ നമ്മൾ കൂട്ടാൻ വരുന്ന ആൾ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് ചെല്ലാം. ഗൈസ് നോക്കൂ ഗൈസ്, നല്ല തിരക്കാണ് ഇവിടെ. അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ സ്കൂളില്ല. മമ്മിജി ഉണ്ട്. നമുക്ക് നേരെ സ്കൂളിലേക്ക് പോകാം. അതാ ആ വെള്ള വണ്ടിയുണ്ട്, അതാണ് നമ്മൾ കൂട്ടാൻ വരുന്ന വണ്ടി. നമ്മൾ കൂട്ടാൻ എത്തിയിട്ട് ഇങ്ങടോ അങ്ങനെ ഇതാ ഇവിടെ ഇരുന്നോണ്ടിരിക്കുകയാണ്. ബാഡ്ജൊക്കെ തന്നിട്ടാ, ബാഡ്ജൊക്കെ തന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തുടങ്ങുന്ന കേട്ടോ പറഞ്ഞ്. അങ്ങനെ പാട്ടൊക്കെ തീർന്നിരിക്കുകയാണ്.
ഞാൻ കുറച്ചും കൂടി റെസ്റ്റ് എടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കും. നമ്മൾ 4 മണിക്കാണ് ട്രെയിനുള്ളപ്പോൾ 4 മണിക്കാണ് ട്രെയിനുള്ളപ്പോൾ കുറച്ച് നേരം ഇവിടെ തന്നെ റെസ്റ്റ് ചെയ്യാണ്. അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. ഈ ചാവി നമ്മളങ്ങനെ റിസപ്ഷനിൽ കൊടുത്തിട്ട് നമ്മളെ കൂട്ടാൻ വരുന്നറിഞ്ഞ് നമുക്ക് കൂട്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. വണ്ടി എത്തിയിട്ട് നേരെ വണ്ടിയിൽ എടുക്കാം. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2 ആണ്. അപ്പോൾ അപ്പുറത്തെ സൈഡാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റെപ്പ് കയറിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കോച്ച് നമ്പർ എത്ര അറിയോ ഫ്രണ്ട്സ്? അമ്മ എനിക്ക് 10 റുപ്യ തന്നിട്ട് 10 റുപ്യ വെച്ച് ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങാം. കടയിൽ ചെന്ന് പക്ഷേ അവിടെ എല്ലാം 20 രൂപയുടെയാണ്. വീണ്ടും ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് ഞാൻ 10 റുപ്യ ചോദിക്കട്ടെ. അയ്യോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ ബിസ്ക്കറ്റും തിന്നാനൊക്കെ വാങ്ങി നമുക്ക് തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് പോകാം. നമ്മളതാ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി ട്രെയിന് വരുന്നവരെ കാത്തു നിൽക്കട്ടെ. എന്ന് ട്രെയിൻ വന്നിട്ട് കാണാം. ഗായ്സ്, ട്രെയിൻ വന്നു. ചതിച്ചു ഗൈസ്. ഞങ്ങൾ നിന്ന സ്ഥലത്ത് C1 വന്നത്. ഇനി നമ്മൾ C3 വരെ നടക്കണം. ഗൈസ്, നമ്മളിങ്ങനെ നമ്മളെ സീറ്റ് എത്തി. ഇവിടെ 2 ഞങ്ങളിരിക്കും, അപ്പുറത്ത് അച്ഛനിരിക്കും. യെസ്. ഈ അമ്മ അവിടെ മുന്നിലുള്ള കൊച്ചിനാണ് കിന്നേരം പറഞ്ഞു വിളിക്കുന്നത്. അവർ ഭയങ്കര കോൺവെർസേഷൻ. ഗൈസ്, നമ്മളങ്ങനെ തിരൂരെത്തിയിരിക്കുകയാണ്. ഞങ്ങളെ സ്കൂളിൽ പോകണം, അതിൻ്റെ മടിയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തോ. നിങ്ങൾക്ക് ഇഷ്ടമല്ല എല്ലാം ചെയ്തോ. അപ്പോൾ ഇനി റെഗുലറായിട്ട് വീഡിയോ ഇടാൻ നോക്കാം, ശ്രമിക്കാം. ബൈ ബൈ.